നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മണിപ്പുട്ടാണ് കേട്ടോ. മണിപ്പുട്ടെന്ന് ഇവിടെ എങ്ങനെയാണ് പറയുക, ഇനി വേറെ സ്ഥലത്ത് ഇതിന് വേറെ പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും നാളികേരമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിലിപ്പോൾ ഇങ്ങനെ താളിച്ചിടുന്ന കാരണം ഇതിനെ മസാല മണിപ്പുട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇത് നാളികേരപ്പാലിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത് കേട്ടോ. നല്ല നൈസ് പൊടി ഉണ്ടാവില്ലേ, പത്തിരിപ്പൊടി, അതുപോലത്തെ പൊടിയാണ്, പുട്ടുപൊടി അല്ല കേട്ടോ. അതിലേക്ക് ഉപ്പ്, നല്ല ജീരകം, പിന്നെ ചുമന്നുള്ളി, പിന്നെ നാളികേരം 3 ഗ്ലാസ് ആണ് കേട്ടോ. 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് നാളികേരം, അങ്ങനെ 3 ഗ്ലാസ് നാളികേരം ഇട്ട് കൊടുത്തു കേട്ടോ. നാളികേരം കൂടിയാലും കുഴപ്പമില്ല, നല്ല സ്വാദ് ഉണ്ടാവും വെറുതെ എടുത്ത് കഴിക്കാൻ. ഇനി പൊടിയിലേക്ക് നാളികേരത്തിൻ്റെ നനവൊക്കെ ചേരണ പോലെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക. പിന്നെ അതിലേക്ക് വെള്ളം, നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ. ചൂടായ വെള്ളമല്ല, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അത് എന്നിട്ട് സ്പൂൺ കൊണ്ട്, നല്ല കട്ടിയുള്ള ഒരു സ്പൂൺ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും, കൈ കൊണ്ടൊന്നും ഇപ്പോൾ ഇടാൻ പാടില്ല കേട്ടോ, കൈ ഇട്ടാൽ കൈ പൊള്ളും. പിന്നെ കനം കുറഞ്ഞ സ്പൂണാണെങ്കിൽ ഇങ്ങനെ ഇത്ര ബലത്തിൽ ഇളക്കാനും പറ്റില്ല. ചൂടുവെള്ളം ഒരു 2 ഗ്ലാസ് പൊടിക്ക് ഒരു 5-6 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ തിളപ്പിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമ്മൾ നോക്കുക. വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. അതിൻ്റെ പാകം ഇങ്ങനെ നോക്കണം കേട്ടോ, എല്ലാ പൊടിയും നനഞ്ഞ് വരുന്നത്ര പാകം, വെള്ളം കൂടാണ്ടേ. അപ്പോൾ ഒരു 5-6 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. ബാക്കി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് വെള്ളം കുറയണ്ട. ചൂടാറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചൂടോട് കൂടി കൈ കൊണ്ട് കുഴക്കരുത്, ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായി തേച്ച് കുഴച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആവും. പിന്നെ ഇതിങ്ങനെ മിക്സാക്കി അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ ചൂട് കുറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുക. അഥവാ ഇനി ചൂട് കുറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ചൂട് കുറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തണുക്കാൻ പാടില്ല, ചെറിയ ചൂടോട് കൂടിയിട്ട് കൈ കൊണ്ടും കൂടെ കുഴച്ചെടുക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട് കണ്ടില്ലേ നന്നായിട്ട്. ഇനിയിപ്പോൾ ചൂട് നമ്മുടെ കുറഞ്ഞു കേട്ടോ പൊടിയുടെ, അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ കുഴയ്ക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ നാളികേരത്തിൻ്റെ പാലൊക്കെ പൊടിയിൽ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് വരിക. ഇത് വെറുതെ കഴിക്കാനും സ്വാദാ, മസാല ഒന്നും ഇട്ടില്ലെങ്കിലും കഴിക്കാൻ സ്വാദാ. അതുപോലെ തന്നെ നാളികേരപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അതിങ്ങനെ ചെറുതായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് അത് നാളികേരപ്പാൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഈ മണികൾ ഇട്ട് കൊടുക്കുക. അതും നല്ല സൂപ്പറാണ് കേട്ടോ. അങ്ങനെ 2 തരത്തിൽ ഇതിപ്പോൾ നമുക്ക് മണിപ്പുട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പാകം കേട്ടോ. ഇത്ര വെള്ളം വേണം, ഇതിനേക്കാളും കുറയാനും പാടില്ല, ഇനി ഇതിനേക്കാളും ലൂസാവാനും പാടില്ല. ലൂസായാൽ പിന്നെ നമുക്കിങ്ങനെ മണികളൊന്നും ഉരുട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. കുഴച്ച് വരുമ്പോൾ ഇതുപോലെ കിട്ടണം നമുക്ക് കേട്ടോ. പിന്നെ ചില പൊടികളുടെ അനുസരിച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒക്കെ വ്യത്യാസം വരും കേട്ടോ, അതൊന്നും കാര്യമാക്കണ്ട. ഇനി ഇതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ, ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ ഏതിലെങ്കിലാണ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു തട്ട് വെച്ചിട്ട് അതിൽ എണ്ണ പുരട്ടി കൊടുക്കുക. ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവി കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കുക. ഇതിനേക്കാളും ചെറുതാക്കി അത്രയും നല്ലത്, പക്ഷേ വലുതാക്കണ്ട കേട്ടോ. വലുതാക്കിയതിലും നല്ലത് ഇതുപോലെ ചെറുതാക്കണതാണ്. ഇത് ഉരുട്ടാനായിട്ട് കുറച്ച് സമയം നിൽക്കണ്ടേ, അതുകൊണ്ട് ഇത്ര വലുപ്പത്തിൽ ഉണ്ടാക്കിയത്. ഇനി ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതുപോലെ ആക്കിക്കോ, കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ എല്ലാ ബോൾസും ആയി. ഇനി നമ്മളിത് ആവി കയറ്റുക. അപ്പോൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് 10 മിനിറ്റ് മതി കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ വെന്തു, മണിയൊക്കെ വെന്തു. ഇനി അതൊന്ന് മസാലയാക്കാൻ കടുക് പൊട്ടിച്ച്, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കുത്തിപ്പൊടിച്ച മുളക്, അത് കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഈ മസാലയിലേക്ക് ഒരു 2 നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ മണിപ്പുട്ടിൽ ഉപ്പുള്ള കാരണം അതിലിട്ട് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഒന്ന് മസാലയിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ, കാരണം കടുകായതുകൊണ്ട് വേഗം കരിയും, ഉള്ളിയൊന്നും ഇല്ലല്ലോ.
വേണമെങ്കിൽ ചുമന്നുള്ളിയൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. ഇത് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല മണം ഉണ്ടാവും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും കഴിക്കാൻ നല്ല സ്വാദ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മസാല മണിപ്പുട്ട് റെഡിയായി. ഇനി മറ്റേതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഈ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നാളികേരപ്പാൽ എടുക്കുക, അതിൽ പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ മണികൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ടിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. സൂപ്പറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ മണിപ്പുട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത സിമ്പിൾ റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.